നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ റിവ്യൂ ആണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുഞ്ചുമോൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാലയിലെ കഥയായിട്ട്. ഐതിഹ്യമാലയിലെ ഒരു കഥയിലെ ആ കഥാപാത്രത്തെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും എന്താ പറയുക, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പരീക്ഷണ ചിത്രം എന്ന ലെവലിൽ 2024 ഇറങ്ങുമ്പോൾ അതിന് ഒരുപാട് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷകൾ വെച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ പോയത്. ആ ഫസ്റ്റ് ഷോയിൽ എന്നെ ഒട്ടും നിരാശപ്പെടുത്താതെ വല്ലാത്ത നല്ല ഒരു എന്താ പറയുക 100% സംതൃപ്തി നൽകിയ ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. അതായത് 2.5 മണിക്കൂർ നമ്മുടെ ഇവിടുത്തെ ഈ കളർഫുൾ ലോകത്തു നിന്ന് മാറിക്കൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്ക് നേരെ കൊണ്ടുവിടുക. അതിന് ആദ്യം തുടക്കത്തിലൊക്കെ ജസ്റ്റ് നമുക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യെങ്കിലും പിന്നീട് നമ്മൾ അതിൻ്റെ സിനിമയുടെ ഒഴുക്കിലേക്ക് അങ്ങോട്ട് വന്ന് ഫുൾ 2.5 മണിക്കൂർ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്ക് നമ്മളെ തള്ളിയിട്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൽ നമുക്കറിയാം, ഈ സിനിമയുടെ ട്രെയിലറിൽ അല്ലെങ്കിൽ ടീസറിലൊക്കെ കണ്ടിരുന്ന പോലെ തന്നെ ഒരു നശിച്ച ഇല്ലത്തിലേക്ക് നമ്മുടെ അർജുൻ അശോകൻ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ അതിനെ തുടർന്ന് അതിലുണ്ടാവുന്ന ആ മനയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും അതിലെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളാണ്. അതിലൊരു ചാത്തൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മമ്മൂട്ടിയും സിദ്ധാർത്ഥ ഭരതൻ അതേപോലെ മണികണ്ഠൻ പിന്നെ അമല, ഈ 5 പേരെ ഈ സിനിമയിലുള്ളൂ. വേറെ ആരും തന്നെ ഇതിലില്ല. ഈ 5 കഥാപാത്രമായാൽ ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യത്തെ 2 മണികണ്ഠൻ അല്ലെങ്കിൽ മറ്റേ അവരും മാറുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയെ 2-2.5 മണിക്കൂർ കൊണ്ടുപോകുന്നത്. 2.5 മണിക്കൂർ. പിന്നെ ഇവരും അതിൽ എടുത്തു പറയേണ്ടത് ഈ 3 ആളും ഒന്നിനൊന്നും മികച്ച അഭിനയമായിരുന്നു. മമ്മൂട്ടിയെ പറ്റി നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ ഏറ്റവും പീക്ക് ലെവലിൽ തന്നെ ആളെ എത്തിച്ചിട്ടുണ്ട്. ഇനി ആൾക്ക് എത്തിക്കാനായിട്ട് ഇതിലപ്പുറത്തേക്ക് ഇല്ല. അത്രയും ഫുൾ എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്ടറിനെയാണ് ഇതിൻ്റെ സ്റ്റോറി രാഹുൽ സദാശിവൻ. ആളും നല്ല രീതിയിൽ, അതായത് നമ്മൾ പൊതുവെ ഇത്തരത്തിൽ കണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റിനെ വളരെ ബ്യൂട്ടിഫുൾ, എങ്ങനെ വെറൈറ്റി ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യണമെന്ന ആളുടെ ഒരു നിർബന്ധമായിരുന്നു. അത് നന്നായിട്ടുണ്ട്. ഒട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കയുണ്ട് ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ സ്വീകാര്യത വരുമോ ഇല്ലയോ എന്നുള്ളത് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലോ ഒന്ന് കാണുന്നത് നമുക്ക് എത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷെ ഇതിനൊരു മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ പ്രതീക്ഷിച്ച് പോയത്, പലപ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് പോവും. പ്രതീക്ഷയ്ക്ക് നേരെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുവരാത്ത സിനിമകൾ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നിരാശയാണ്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, എന്താണോ പ്രതീക്ഷ പോയത് ആ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടി. ആ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമേനെ ഇത്രയധികം വല്ലാത്ത ഹൈപ്പിൽ ഒരു നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു സൂപ്പർ പടം തന്നെ ഞാൻ പറയും. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഈ 2024 നിൽക്കുന്ന നമ്മളെ ഒരു 17-ാം നൂറ്റാണ്ടിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്ക് കൊണ്ടിടുകയാണ് നമ്മൾ ഈ സിനിമ സംവിധായകൻ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്, എൻ്റെ എന്തായാലും ക്രൂവിനെ നമ്മൾ പേരെടുത്ത് പറയേണ്ടത് നിവൃത്തിയില്ല. കാരണം എനിക്കറിയാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ഇങ്ങനെ ഒരു നോർമലിൽ കണ്ടുവരുന്ന ഒരു സ്റ്റോറീനെ നല്ല രീതിയിൽ ടെക്നിക്കലി സെറ്റപ്പ് ആക്കിയ സൂപ്പർ എന്ന രീതിയിൽ പ്രേക്ഷകനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ സംവിധായകരും ഇതിൻ്റെ ക്രൂവും ചെയ്തത് വളരെ ഗംഭീരം. അതേപോലെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് അർജുൻ അശോകനും അതേപോലെ സിദ്ധാർത്ഥ ഭരതും. അർജുൻ അശോകൻ്റെ അഭിനയം ഞാൻ നോക്കി കാണുന്ന ഒരു ഇതായിരുന്നു. ഞാനത് ആസിഫ് അലിക്ക് കൊടുത്തിരുന്ന ഒരു സാധനമാണ്. ആസിഫ് അലിയുടെ ഒരു സാങ്കേതിക കാരണങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അർജുൻ അശോകൻ എടുത്തു, അതോടൊപ്പം സിദ്ധാർത്ഥ ഭരതൻ. അപ്പോൾ ഇവരെ അർജുൻ അശോകനെ നമുക്ക് ഒരുവിധം മുന്നത്തെ പടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്കൊരു ഇതുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഈ അർജുൻ അശോകൻ ഈ സിനിമയിൽ ഉയർന്നിട്ടുണ്ട്. അതേപോലെ സിദ്ധാർത്ഥ ഭരതനും 3 പേരും മത്സരിക്കായിരുന്നു. അതായത് നമുക്ക് ടീസറോ ട്രെയിലറോ വന്നപ്പോൾ അവൻ്റെ മമ്മൂട്ടിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലായി. ഇതിലാകൂടി നമുക്ക് ഡൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് ഈ 2 കഥാപാത്രങ്ങൾ. ഈ 3 പേരാണ് നമ്മൾ 2.5 മണിക്കൂർ ഈ സിനിമയിൽ അഴിഞ്ഞാടുന്നത്. അതേപോലെ ഈ ഐതിഹ്യമാലയിലെ പോലത്തെ ചാത്തനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പോയിലറായിരിക്കും. അതായത് ഒരു ചാത്തനും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ നിലവിൽ കണ്ടിരുന്ന ഒരു സിനിമയാണ്. ഒരു പേടിപ്പെടുത്തുന്ന ഒരു രംഗമൊന്നും അത് മുൻപേ തന്നെ അവർ പറഞ്ഞ 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കും ഈ സിനിമ ധൈര്യമായി കാണാമെന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ടായി.
അതേപോലെ തന്നെ അങ്ങനെ പേടിയൊന്നും വരില്ല. പക്ഷേ എന്താ പറയുക, ടെക്നിക്കലി ആയാലും വളരെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒന്നും വേറെ ലെവലാണ്. നിങ്ങൾ എന്തായാലും ഈ സിനിമ എന്തായാലും മസ്റ്റ് വാച്ചാണ്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കഥയോ മറ്റു കാര്യങ്ങളൊക്കെ ഉപരി ഇതിനൊരു എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ പോയി, അത് നല്ല സൗണ്ട് എഫക്ട്സ് ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയിട്ട് നമ്മൾ കാണാം. എന്തായാലും ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുള്ള ആൾക്കാരെ പേരൊന്ന് വായിക്കും. അതിൽ നമുക്കറിയാം ഡയറക്ടർ രാഹുൽ സദാശിവൻ, അതേപോലെ സിനിമാറ്റോഗ്രഫി ഷഹനാദ് ജലീൽ, എഡിറ്റഡ് ബൈ ഷെഫീഖ് മുഹമ്മദ്, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. ഇവരൊക്കെ ഈ എന്താ പറയുക അവരെ കഴിവിൻ്റെ മാക്സിമം ഇട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമ എന്തായാലും ഒരു ഹിറ്റ് സിനിമ എന്ന് തന്നെ കണക്കാക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ആണ് നമ്മളിത് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.